അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഹാനടിക്ക് ശേഷം നാഗേഷിന്റെ ഡയറക്ഷനിൽ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുകോൺ എന്നിവരെ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ സൈഫൈ എപ്പിക് ഡിസ്റ്റോപ്പിയൻ ഡ്രാമ മൂവിയാണ് കൽക്കി 2898 AD. മഹാഭാരത കഥയെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലേക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ നിർവഹിച്ചതും നാഗേഷൻ തന്നെയാണ്. ഫ്യൂച്ചർ വേൾഡിനെ മൊത്തമായി ഡിസ്ട്രോയ് ചെയ്യാൻ ഭാഗത്തിലുള്ള സുപ്രീം എന്നൊരു വില്ലനും അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിക്കും വേണ്ടി അവിടെയുള്ള സ്ത്രീകളെ നടത്തുന്ന പരീക്ഷണങ്ങളും അതിൽ നിന്നും അൺബോൺ ചൈൽഡായ കൽക്കിയുടെയും അതിന്റെ അമ്മയായ സുമതിയെയും അശ്വത്ഥാമയും ഭൈരവയും ചേർന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായി വരുന്നത്. മഹാഭാരത കഥയിലെ അശ്വത്ഥാമയുടെ യുദ്ധവും അതിലെ പതനവും കൃഷ്ണന്റെ ശാപവും എല്ലാം കാണിച്ച് വളരെ എപ്പിക്കായി തന്നെയാണ് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നിലെ പ്രേക്ഷകനെ വളരെ വേഗത്തിൽ തന്നെ ഹുക്ക് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ. പിന്നീട് അല്പസമയം കഴിഞ്ഞ് പ്രഭാസിന്റെ എൻട്രിയും കീർത്തി സുരേഷിന്റെ ഡബ്ബിങ്ങിൽ വന്ന ബുജ്ജിയും വന്നതോടെ സിനിമ അതുവരെ ഉണ്ടായിരുന്ന ടോണിൽ നിന്ന് മാറി കുറച്ചുകൂടി റിലാക്സ്ഡ് ആവുകയും നല്ല രീതിയിലുള്ള തമാശ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെ ഭൈരവ ബുജ്ജി കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് അശ്വത്ഥാമയായ അമിതാഭ് ബച്ചന്റെ റീ എൻട്രിക്ക് ശേഷം പുരാണത്തിൽ തനിക്ക് ലഭിച്ച പാപത്തിന് മോക്ഷം എന്നോണം ഈ കാലഘട്ടത്തിൽ കൽക്കിയുടെ സംരക്ഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സിനിമ കൂടുതൽ എൻഗേജിംഗ് ആവുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സിനിമയിലെ നായകൻ പ്രഭാസ് ആണെങ്കിൽ പോലും കൂടുതൽ സ്ക്രീൻ പ്രസൻസും മാസ് മൊമെന്റ്സും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതും അവസാനം വരെ ഒരു ഹീറോ പരിവേഷം കിട്ടിയതും അമിതാഭ് ബച്ചൻ ചെയ്ത അശ്വത്ഥാമയ്ക്കായിരുന്നു. ഈ പ്രായത്തിലും തന്നിലെ സൂപ്പർ സ്റ്റാറിന് ഒരു കോട്ടം പറ്റിയിട്ടില്ലെന്ന് തെളിയിക്കാൻ അശ്വത്ഥാമ എന്ന കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ഈസിയായി തന്നെ സാധിച്ചു. അതേപോലെ തന്നെ കുറച്ച് സീനുകൾ മാത്രമാണെങ്കിലും കമൽഹാസന്റെ സുപ്രീം എന്ന വില്ലൻ വേഷവും അടുത്ത പാട്ടിലേക്ക് ഒരുക്കി വെച്ച കാട്ടുതീക്ക് സാമ്പിൾ കാണിച്ചു തന്ന പോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. സിനിമയിലെ നായികയും കൽക്കിയുടെ അമ്മയുമായ സുമതിയെ ദീപിക പദുകോൺ വളരെയധികം തന്മയത്വത്തോടെയും മെച്ചോർഡുമായി തന്നെ പെർഫോം ചെയ്ത പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതേപോലെ തന്നെ കമാൻഡർ മാനസായി വന്ന ശാശ്വത ചാറ്റർജിയുടെ പെർഫോമൻസും കമ്പല്ലിംഗ് ആയി തന്നെ എനിക്ക് തോന്നി. കൈരയായി വേഷമിട്ട അന്നാബെന്നും മറിയമ്മയെ വേഷമിട്ട ശോഭനയും ചുമ്മാ സ്ക്രീനിൽ നിൽക്കാൻ മാത്രമല്ലാതെ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആക്കുകയും സർപ്രൈസ്ഡ് ആയ പെർഫോമൻസുകളും സിനിമയിൽ കാഴ്ചവെച്ച പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അവസാനമായി തന്റെ സ്റ്റാർഡത്തെ പുഷ് ചെയ്യാൻ വലിയ രീതിയിൽ സാധിക്കാതിരുന്ന പ്രഭാസിന്റെ ചെറിയൊരു സലാറിൽ നമ്മൾ കണ്ടെങ്കിലും അതിന്റെ കുറച്ചുകൂടി എക്സ്പ്ലോർഡ് വേർഷൻ കൽക്കിയിലൂടെ കാണാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. സിനിമയുടേതായി വരുന്ന അടുത്ത പാട്ടുകളിൽ അതിന്റെ എല്ലാം എക്സ്റ്റൻഡഡ് വെർഷൻ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്നിലെ പ്രേക്ഷകന്റെ പ്രതീക്ഷ. ടെക്നിക്കലി ടോപ്പ് നാച്ച് ആയ കൽക്കിയുടെ വേൾഡ് ബിൽഡിംഗ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രൈം ഫോക്കസ് DNEG ചെയ്ത VFXും CGI വർക്സും എല്ലാം ഇംപ്രസീവായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ജോർജ് സ്റ്റോക്കോവിക്സ് നിർവഹിച്ച സിനിമാറ്റോഗ്രാഫി ഡിസ്റ്റോപ്യൻ വേൾഡിനെ മോസ്റ്റ് ബിലീവബിൾ ആക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിപ്പിച്ചപ്പോൾ കോട്ടഗരി വെങ്കടേശ്വര റാവു നിർവഹിച്ച എഡിറ്റിംഗ് 3 മണിക്കൂർ ദൈർഘ്യമുള്ള മൂവിയെ നല്ല രീതിയിൽ തന്നെ വെൽ പേസ്ഡ് ആക്കുന്നതിൽ ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ സന്തോഷ് നാരായൺ നിർവഹിച്ച BGMഉം മ്യൂസിക്കും എല്ലാം സിനിമയുടെ ഗ്രാൻഡിയറിനെ വലുതാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചതായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ഇതിനെല്ലാം പുറമെ ഒരുപാട് സർപ്രൈസ്ഡ് കാമിയോ അപ്പിയറൻസുകൾ ഭാഗമായ സിനിമയിൽ കുറച്ചധികം കല്ലുകടിയായി എനിക്ക് അനുഭവപ്പെട്ടത് ദിശ പഠാനിയുടെ ഇൻട്രോയും അതിനുശേഷമുള്ള ഒരു 10 മിനിറ്റുമായിരുന്നു. നല്ല രീതിയിൽ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന സിനിമ ആ ഒരു പോർഷൻ എത്തിയപ്പോൾ വളരെയധികം ഡ്രാഗ് ആവുകയും സിനിമയുടെ ആസ്വാദനത്തെ തന്നെ മോശമായി ബാധിക്കുന്നതായും എനിക്ക് അനുഭവപ്പെട്ടു. ഇൻ കൺക്ലൂഷൻ, ഹിന്ദു മിത്തോളജിയെ മോഡേൺ വേൾഡുമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ബ്രില്യൻ്റ് ആയ അതോടൊപ്പം ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന കൽക്കി യൂണിവേഴ്സിലെ ആദ്യ ഇൻസ്റ്റാൾമെന്റിന് മികച്ചൊരു തുടക്കം തന്നെയാണ് നാഗേഷൻ പ്രേക്ഷകർക്കായി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.